14 വയസ്സിൽ തുടങ്ങിയ പ്രണയം. പക്ഷേ അധികം വൈകാതെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വിധിയൊരു വില്ലനായി എത്തി. എന്നാൽ ആ വിധിയെ പ്രണയം കൊണ്ട് തോൽപ്പിച്ച രണ്ടുപേരാണ് ആദിത്യയും അശ്വിനും. ഓർക്കാപ്പുറത്ത് സംഭവിച്ച ഒരു ദുരന്തം ജീവിതം തകിടം മറിച്ചപ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിച്ച അനുഭവം പങ്കിടുകയാണ് ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ ആദിത്യ എന്ന പെൺകുട്ടി. ആദിത്യയുടെ വാക്കുകൾ ഇങ്ങനെ: എനിക്കന്ന് 14 വയസ്സാണ്, അശ്വിന് 17. സ്കൂൾ കാലത്തെ ആ നിഷ്കളങ്കമായ സൗഹൃദമായിരുന്നു ഞങ്ങളുടേത്. പരീക്ഷാ ടെൻഷനുകളും കൊച്ചു കൊച്ചു തമാശകളുമായി തുടങ്ങിയ ആ ബന്ധം എപ്പോഴാണ് പ്രണയത്തിലേക്ക് വഴിമാറിയത് എന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അതേ വർഷം തന്നെ അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 14 വയസ്സുകാരിയുടെ അമ്പരപ്പിൽ ഞാൻ ആഴ്ചകളോളം മിണ്ടാതെ അവനെ ഒഴിവാക്കി നടന്നു. എന്നാൽ അവനില്ലാത്ത ആ ദിവസങ്ങൾ ശൂന്യമായി എനിക്ക് തോന്നി. ഒടുവിൽ ഞാൻ തന്നെയാണ് അവനെ വിളിച്ച് എൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞത്. അതിനുശേഷമുള്ള ദിനങ്ങൾ എനിക്ക് വളരെ മധുരമുള്ളതായിരുന്നു. സ്കൂളിലെ ഇടനാഴികളിലെ ആ കള്ളനോട്ടങ്ങളും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ വിരലുകൾ തമ്മിൽ കോർത്തുപിടിക്കുന്ന ആ കുഞ്ഞു നിമിഷങ്ങളും എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരിക്കൽ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. അതോടെ എല്ലാം മാറി. എതിർപ്പുകളുടെ വലിയൊരു മലനിര തന്നെ ഞങ്ങൾക്ക് മുന്നിലുയർന്നു. ആ സമയത്താണ് അശ്വിൻ എഞ്ചിനീയറിംഗ് പഠനത്തിനായി തമിഴ്നാട്ടിലേക്ക് മാറുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രണയം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായി മാറി. അവൻ ഓരോ വാരാന്ത്യങ്ങളിലും കേരളത്തിലേക്ക് എന്നെ കാണാനായി എത്തുമായിരുന്നു. എന്നാൽ 2017 മെയ് മാസത്തിലെ ആ ദിവസമാണ് എല്ലാം തകിടം മറിയുന്നത്. നാട്ടിലെത്തി കോളേജിലേക്ക് മടങ്ങുന്ന വഴി മദ്യപിച്ചെത്തിയ ഒരു ഡ്രൈവർ അശ്വിൻ ഓടിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അവിടെ കൂടിയ ആളുകൾ ചേർന്ന് ഉടൻ തന്നെ അശ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവന്റെ ഒരു കാലിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പക്ഷേ അവന്റെ കാലുകൾക്ക് ജീവൻ നൽകാൻ സാധിച്ചില്ല. ഒടുവിൽ അവന്റെ കാൽ കറുത്ത നിറമായി തുടങ്ങിയതോടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒരു ദിവസത്തിന് ശേഷമാണ് അവന്റെ അമ്മയിലൂടെ ഞാൻ ആ വിവരം അറിയുന്നത്. ആ വാർത്തയറിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനിടയിലാണ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്, ഒരു കാലില്ലാത്ത ആളിനൊപ്പം നീ എങ്ങനെ ജീവിക്കുമെന്ന്. അതുമാത്രമല്ല, എൻ്റെ അമ്മ അശ്വിൻ്റെ അമ്മയെ വിളിച്ച് എന്നെ അവനിൽ നിന്നും അകറ്റി നിർത്താൻ ആവശ്യപ്പെട്ടു. ആ സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോലും ശ്രമിച്ചു. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായത് അശ്വിൻ എൻ്റെ വെറുമൊരു തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല എന്ന്, മറിച്ച് എൻ്റെ ലോകം തന്നെ അവനായിരുന്നു എന്ന്. അതോടെ എൻ്റെ മാതാപിതാക്കളും ഞങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അടുത്ത ആഘാതം വന്നത് അശ്വിനിൽ നിന്നാണ്. ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് തന്നെ വിട്ടു പോകണമെന്നാവശ്യപ്പെട്ടു. നീ ഒരു പൂർണ്ണതയുള്ള നല്ലൊരാളെ അർഹിക്കുന്നുവെന്നും അവൻ എന്നോട് പറഞ്ഞു. എന്നാൽ ആ സമയം ഞാൻ അവനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: ഇത് എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്നെ ഉപേക്ഷിക്കുമായിരുന്നോ എന്ന്. ആ സമയം അവന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത 4 വർഷം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ തുടങ്ങി. അവൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി, ഒരു ജോലി കണ്ടെത്തി. ഞാനും ബിരുദം നേടി. 2021 ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും വീട്ടുകാരും ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ തന്നെ ഞങ്ങൾ വിവാഹിതരായി. വിവാഹശേഷം ജോലിക്കായി ഞങ്ങൾ കാനഡയിലേക്ക് മാറി. കഴിഞ്ഞ 5 വർഷമായി അശ്വിൻ എനിക്ക് ഏറ്റവും മികച്ച ഒരു ഭർത്താവ് തന്നെയാണ്. ഇന്നേ വരെ ഒരു ഭാരമുള്ള ബാഗ് പോലും അവൻ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. അവൻ പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും എല്ലാം എന്നെ സഹായിക്കുന്നു. പൂർണ്ണത അവകാശപ്പെടുന്ന പുരുഷന്മാർക്ക് പോലും കഴിയാത്തത്ര ആത്മാർത്ഥതയോടെ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ആദിത്യ പങ്കുവച്ച കുറിപ്പ്. ശരീരത്തിനല്ല, മനസ്സിനാണ് പൂർണ്ണത വേണ്ടത് എന്ന് ഈ ദമ്പതികൾ നമുക്ക് കാണിച്ചു തരുന്നു. അശ്വിനും ആദിത്യയ്ക്കും അവരുടെ ഈ സുന്ദരമായ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രണയം മറ്റുള്ളവർക്ക് എന്നും ഒരു പ്രചോദനമായി മാറട്ടെ. ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു.